ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MKoding. സോ നമ്മൾ ഇന്ന് മെയിൻ സെക്ഷനിലേക്കാണ് പോകുന്നത്. മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസ് ഇതൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ മെയിൻ സെക്ഷനിലേക്ക് പോവാണ്. കഴിഞ്ഞ വീഡിയോസ് എല്ലാം മൊത്തം നമ്മൾ പൈത്തണിൻ്റെ ബേസിക്സ് ആണ് നോക്കിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ മെഷീൻ ലേണിംഗ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് പൈത്തണിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് മെഷീൻ ലേണിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന പല ലൈബ്രറീസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഒരു സെക്ഷൻ നമ്മൾ നോക്കാൻ പോവാണ് ലൈബ്രറീസ്. ഏതൊക്കെ ലൈബ്രറിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ലൈബ്രറി നോക്കാം, NumPy എന്ന് പറയുന്ന ലൈബ്രറി. വളരെ ഇമ്പോർട്ടൻ്റ് ലൈബ്രറിയാണ്. നമ്മൾ ഏറ്റവും കൂടുതലും ഈ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡേറ്റ സയൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് NumPy. ഓക്കെ, അപ്പോൾ എന്താണ് NumPy? NumPy എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പവർഫുൾ ലൈബ്രറി for numerical computing in Python. It provides support for large multi-dimensional arrays and matrices along with a collection of mathematical functions to operate on them efficiently. ഓക്കെ, അപ്പം NumPy മെയിൻലി നമുക്ക് യൂസ് ചെയ്യുന്നത് ഈ മൾട്ടി ഡൈമെൻഷണൽ അറേ അതുപോലെ മെട്രിസസിൻ്റെ ഈ ഒരു ഓപ്പറേഷൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ NumPy യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് NumPyയിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് NumPy യൂസ് ചെയ്യാം? NumPy എന്ന് പറയുന്നത് ഒരു ലൈബ്രറിയാണ്. സോ നമ്മൾ NumPy ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു വെർച്വൽ env ഓപ്പൺ ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ NumPy എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ NumPyയുടെ ലേറ്റസ്റ്റ് വെർഷനുള്ള ലൈബ്രറി നമ്മുടെ വെർച്വൽ envക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ എൻ്റെ ഓൾറെഡി NumPy ഉണ്ട്. അപ്പോൾ അത് NumPy ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കണമെങ്കിൽ നമ്മൾ പിപ്പ് ഫ്രീസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. പിപ്പ് സ്പേസ് ഫ്രീസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. അതിൽ നമുക്ക് NumPy ഉണ്ടോ എന്ന് നോക്കാം. NumPy ഉണ്ട്. NumPy 2.2.5 ആണ് എൻ്റെ ഇരിക്കുന്നത് വെർഷൻ. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കും വരുന്നത്. ഇനി അതല്ല, നിങ്ങൾ ജൂപ്പിറ്ററിൽ നോട്ട്ബുക്കിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ സെയിം കമാൻഡ് തന്നെ യൂസ് ചെയ്യും. പക്ഷെ അതിന് നമ്മൾ ഫസ്റ്റ് ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ട് പിപ്പ് ഇൻസ്റ്റാൾ NumPy എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ പ്ലേ ചെയ്താൽ അവിടെ നമുക്ക് NumPy ലൈബ്രറി ഇൻസ്റ്റാൾ ആവും. ഓക്കെ, അപ്പോൾ NumPy ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് ഈ NumPyനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ ഇമ്പോർട്ട് NumPy ആസ് NP. ഓക്കെ, ഇപ്പം NumPy ആസ് NP എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തത്. NP എന്ന് പറയുന്നത് നമ്മൾ കോമൺ നെയിമാണ് നമ്മൾ കൊടുക്കണം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. NP നമുക്ക് മനസ്സിലാവുന്ന ഒരു നെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് കോമൺ നെയിമാണ് NP. ഇനി NumPy നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൾട്ടി ഡൈമെൻഷണൽ അറേസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ NumPy യൂസ് ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ വേറെ കുറേ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ഒരു അറേ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഒരു വേരിയബിൾ കൊടുക്കാം, ARR1 ഈക്വൽ ടു NP ഡോട്ടിനകത്ത് ഒരുപാട് നമുക്ക് മെത്തേഡ്സ് ഉണ്ട്. ABS, ആബ്സല്യൂട്ട്, ACOS, ഈ ട്രിഗണോമെട്രി ഉണ്ടല്ലോ, കൊസൈന്, സൈന്, ടാന്, അതൊക്കെ എല്ലാം ഇതിനകത്ത് വരും. പിന്നെ നമുക്ക് അപ്പൻഡ് വരും. ഇതിനകത്ത് എനിക്ക് വേണ്ടത് അറേയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ അറേ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് അറിയാം പൈത്തണിനകത്ത് നമുക്ക് ലിസ്റ്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ അറേയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ലിസ്റ്റും അറേ സെയിം ആണല്ലോ, പിന്നെ എന്തിനാണ് നമുക്ക് ഈ ലിസ്റ്റിനെ പിന്നെ അറേയിലോട്ട് കൺവേർട്ട് ചെയ്യണത്? അത് വളരെ ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് നമുക്ക് ലിസ്റ്റ് അറേ കൺവേർട്ട് ചെയ്യുന്നത്? ബിക്കോസ് രണ്ടും സെയിം തന്നെയാണ്. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എലിമെന്റ്സ് ഉണ്ട്, അറേയിലും അങ്ങനെയാണ് സെയിം. പക്ഷേ നമ്മൾ ഇവിടെ ഡേറ്റ സയൻസും അതുപോലെ മെഷീൻ ലേണിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറേ ആണ് ഇവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഒന്ന് ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും അറേയുടെ കേസിൽ, അതായത് ഈ അറേയുടെ ഓപ്പറേഷൻസ് വളരെ ഫാസ്റ്റർ ആയിരിക്കും കമ്പയറിങ് ടു ലിസ്റ്റ്. രണ്ടാമത്തത് ലെസ് മെമ്മറി യൂസേജ്, CPU വളരെ മെമ്മറി യൂസ് കുറവായിരിക്കും അറേ യൂസ് ചെയ്യുകയാണെങ്കിൽ. ബിക്കോസ് നമുക്കറിയാം ഒരു ടൺസ് ഓഫ് ഇൻപുട്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗിലൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഭയങ്കര നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വേണം. ഓക്കെ, പ്രോസസ്സിങ് ചെയ്യാൻ ഭയങ്കര ഫാസ്റ്റ് വേണം.
അതുകൊണ്ടാണ് നമ്മളിവിടെ അറേ ഇവിടെ യൂസ് ചെയ്യുന്നത്. അറേ ആകുമ്പോൾ ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും കമ്പയറിങ് ടു ലിസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് അറിഞ്ഞിരിക്കുക, വൈ വി ആർ കൺവേർട്ടിംഗ് ലിസ്റ്റ് ടു അറേ യൂസിങ് NumPy. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ലിസ്റ്റിനെ പിന്നെ അറേയിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അറേയിലാകുമ്പോൾ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഈ പല മൾട്ടി ഡയമെൻഷണൽ അറേസ് ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് ഈ ഡാറ്റാ സയൻസിലൊക്കെ വരുമ്പോൾ, മെഷീൻ ലേണിങ്ങിലും ഒക്കെ വരുമ്പോൾ. നമുക്ക് 1D വരും, 2D 3D 4D അങ്ങനെ പല ഡയമെൻഷനുള്ള അറേസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാനിവിടെ പ്രിന്റ് നോക്കാം. പ്രിന്റ് ഞാനിവിടെ ARR1 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഞാൻ പ്ലേ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ അറയാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. ഇത് ശരിക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ലിസ്റ്റാന്ന് പറയും, പക്ഷേ അല്ല, നമ്മളിവിടെ അറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു പ്രിന്റ് നമ്മൾക്ക് ടൈപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാം. ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ numpy.nd അറേ, ND എന്ന് പറഞ്ഞാൽ n ഡയമെൻഷണൽ അറേ ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്രിന്റിനകത്ത് ഞാനിവിടെ ARR1 ഡോട്ട് നമുക്ക് ഷേപ്പ്. ഈ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ അറേ എന്ത് ടൈപ്പുള്ള, അതായത് ഏത് ഡയമെൻഷനിലുള്ള അറയാണെന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 5, ഓക്കെ, ഇത് ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്നത് നമുക്കിവിടെ 5 എലമെന്റ്സ് ഉണ്ട്. MT എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ്സ് എ 1D അറേ. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ 1D അറേ, 1 ഡയമെൻഷണൽ അറേ ആയതുകൊണ്ട് ഇവിടെ MT നമ്മളിങ്ങനെ സ്പെസിഫിക്കലി ഒന്നും കൊടുക്കത്തില്ല. ഇവിടെ നമ്മൾ റോസും കോളംസ് ഒന്നും ഇല്ല. അപ്പോൾ 1D അറേ ആയതുകൊണ്ട് നമുക്ക് അവിടെ എലിമെന്റ്സ് മാത്രമേ ഇവിടെ നോക്കത്തുള്ളൂ. ഇവിടെ 5 എന്ന് പറയുന്നത് 5 എലമെന്റ്സ് ആണ് ആ അറേക്കകത്ത് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതേ സെയിം സാധനം ഞാനിവിടെ റീഷേപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ARR2 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ പ്രിന്റ് നമുക്കിവിടെ ARR2 ഡോട്ട് ഇവിടെ NDIM എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ n ഡയമെൻഷണൽ, അതായത് ഏത് ടൈപ്പുള്ള ഡയമെൻഷണൽ അറേയാണ് ഇത്. ഇത് ആക്ച്വലി 1 ആണ്, 1D അറേയാണ്. ഇപ്പൊ 2 ഡയമെൻഷണൽ അറേ ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ NDIM എന്ന് പറഞ്ഞൊരു കൊടുത്താൽ മതി. നമുക്കതിന് 2 എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഇത് 1 ഡയമെൻഷണൽ അറേ. ഇനി എനിക്കിതിനെ 2 ഡയമെൻഷണൽ അറേയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ARR2 ഞാനിവിടെ റീഷേപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തു. ഓക്കെ, റീഷേപ്പിനകത്ത് ഞാനിവിടെ 1,5 എന്ന് കൊടുത്തു. 1,5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇവിടെ നോക്കുമ്പോൾ 2 സ്ക്വയർ ബ്രാക്കറ്റ്സ്, സ്റ്റാർട്ടിങ്ങിൽ 2 സ്ക്വയർ ബ്രാക്കറ്റ്സും എൻഡിങ്ങിൽ 2 സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 2 സ്ക്വയർ ബ്രാക്കറ്റിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ 2D അറേയാണ്. ഓക്കെ, ഇത് ആക്ച്വലി 2D അറേയാണ്. അപ്പോൾ റീഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 പാരാമീറ്റർ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഒന്ന് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ. ഓക്കെ, 1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ, 5 എന്ന് പറയുന്നത് 5 കോളംസ് ആണ്. ഓക്കെ, നമുക്ക് ഒരു അറേ ഉണ്ട്, 5 കോളം ഉണ്ട്, 1 2 3 4 5. ഓക്കെ, ഇനി അതല്ല, ഞാൻ ഇവിടെ നേരെ തിരിച്ചാണ് ഇടുന്നെങ്കിൽ 1 എടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ 5 റോസ്. ഓക്കെ, 5 റോ ഉണ്ട്, 1 2 3 4 5 റോ, ഒറ്റ കോളം. ഇത് ഒരു ഒറ്റ കോളമല്ലേ ഉള്ളൂ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇതിനെ പിടിച്ച് റീഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 1D അറേനെ ഞാൻ റീഷേപ്പ് ചെയ്തപ്പോൾ എനിക്കിത് ഒരു 2D അറേ ആയിട്ടാണ് എനിക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റീഷേപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ശരിക്കും 2 ഡയമെൻഷൻ അറേയാണ്. അപ്പൊ 2 ഡയമെൻഷൻ അറേയിൽ എനിക്ക് വേണമെങ്കിൽ അതിനകത്ത് പിന്നെയും ഒരു അറേ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 2 സ്ക്വയർ ബ്രാക്കറ്റ്, സ്റ്റാർട്ടിങ്ങിൽ 2 സ്ക്വയർ ബ്രാക്കറ്റ്സും എൻഡിങ്ങിൽ 2 സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ ഈ മെയിൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാൻ പിന്നെയും ഒരു അറേ ആഡ് ചെയ്യാൻ പോവാണ്. 6, 7, 8, 9, 10. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് 2 അറേസ് ഉണ്ട്. ഓക്കെ, ഇത് 2D
ഡയമെൻഷൻ അറിയണം. അപ്പം ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് എന്ത് ടൈപ്പാണെന്ന് നമുക്ക് നോക്കണമെങ്കിൽ, ഷേപ്പ് എന്ന് പറഞ്ഞാൽ എത്ര റോസ് എത്ര കോളം അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആക്കി കണ്ട 2,5 2,5 എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പ്രിന്റ് AR2 പ്ലേ കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഈ ഒരു സംഭവം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 2 റോ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് റോയിൽ ഒരു അറേ, സെക്കൻഡ് റോയിൽ വേറൊരു അറേ. ഇപ്പോൾ മൂന്നാമത്തെ അറേ ഉണ്ടായിരുന്നെങ്കിൽ 3 അറേ തന്നെ കാണിക്കും. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യും, നമുക്കിവിടെ 5 കോളംസ് ഉണ്ട്. ഓക്കെ, ഈ 2 എന്ന് പറയുന്നത് ആക്ച്വലി 2 റോസ്, 5 എന്ന് പറയുന്നത് 5 കോളംസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ARR2 ഷേപ്പിനകത്ത് നമുക്ക് ഫസ്റ്റ് പാരാമീറ്ററിൽ റോ ആണ്, സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് കോളംസ് ആണ്. ഓക്കെ, അപ്പോൾ ഷേപ്പ് നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് ARR3 നമ്മൾ NP ഡോട്ട് അറേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അറേഞ്ച് അങ്ങനെ വേണേൽ പറയാം. ഇതിൽ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റേഞ്ചിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അറേ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ എനിക്ക് 0,10. ഓക്കെ, 0,10 എന്ന് പറഞ്ഞാൽ 0 to 10 വരെയുള്ള വാല്യൂസ് എനിക്കൊരു അറേനകത്ത് സെറ്റ് ചെയ്യണം. ഓക്കെ, കോമ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കും. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 2 കൊടുക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് 0 ആണ് വരുന്നെങ്കിൽ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ്. അതായത് 2 ആയിരിക്കും അടുത്ത വരുന്നത്. 2 കഴിഞ്ഞിട്ട് അടുത്ത 4 കഴിഞ്ഞിട്ട് 6. അതായത് 2 വെച്ചിട്ട് സ്കിപ്പ് ചെയ്ത് വരും. അതാണ് നമ്മൾ മൂന്നാമത്തെ പാരാമീറ്ററിൽ ഇത് കൊടുക്കണം, സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇനി ഞാനിവിടെ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ARR3 എന്ന് കൊടുക്കുമ്പോൾ എനിക്കിവിടെ പുതിയൊരു അറേയാണ് ഇവിടെ കിട്ടുന്നത്. 0, 2, 4, 6, 8. ഓക്കെ, അതായത് 0 to 10 വരെയുള്ള വാല്യൂസ് എനിക്ക് വേണം. അതിൽ 2 വെച്ചിട്ട് സ്കിപ്പ് ചെയ്തുള്ള വാല്യൂസ് ആയിരിക്കും എനിക്ക് വേണ്ടത്. അപ്പോൾ NP ഡോട്ട് range എന്ന് പറഞ്ഞൊരു സംഭവം നോക്കുക. ഇനി അടുത്തത് നമുക്ക് ചില ഇൻബിൽഡ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ NP ഡോട്ട് വൺസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് ഞാനിവിടെ 3,5 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ 3,5 എന്ന് പറയുന്ന അറയാണ് വേണ്ടത്. അതായത് 3 റോസും 5 കോളം ഉള്ള ഒരു ഡയമെൻഷണൽ അറയാണ് നമുക്ക് വേണ്ടത്. അവിടെ നമുക്ക് 3 റോ ഉണ്ട്, നമുക്ക് 5 കോളം സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസ് ഇവിടെ വാല്യൂ 1 ആയിരിക്കും. പിന്നെ നമുക്ക് അല്ലാതെ സീറോസും പറഞ്ഞുകൊണ്ട് സീറോസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അതിൽ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ട് എല്ലാം വാല്യൂ 0, 1 നമുക്ക് കിട്ടും. അതായത് നമുക്കൊരു ഇനിഷ്യൽ വാല്യൂ. ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പ് ലേണിംഗിലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിലൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കും. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ നമുക്ക് വൺസ് ആണ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അറേ NP ഡോട്ട് അറേ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിനകത്ത് നമുക്ക് എത്ര റോ എത്ര കോളമിൽ നിങ്ങൾക്ക് 0ഉം 1ഉം വേണമെന്ന് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ്, സീറോസ് ആൻഡ് വൺസ്. ഓക്കെ, പിന്നെ നമുക്ക് NP ഡോട്ട് I എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. I എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, ഈ ഐഡന്റിറ്റി മെട്രിക്സിനകത്ത് നമുക്ക് 2 കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഐഡന്റിറ്റി മെട്രിക്സ് പറയാം. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഡയഗണൽ എല്ലാം നമുക്ക് വൺസ് ആയിരിക്കും വരുന്നത്. ഇപ്പം ഞാനിവിടെ 5 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നമുക്ക് 5 റോസും 5 കോളം ആയിരിക്കും. അതിൽ ലെഫ്റ്റ് സൈഡുള്ള ഡയഗണൽ വാല്യൂസ് എല്ലാം 1 ആയിരിക്കും. ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. I ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഐഡന്റിറ്റി. ഓക്കെ, നമുക്കിനി അടുത്ത വെക്ടറൈസ്ഡ് NumPy ഓപ്പറേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നമുക്കിവിടെ 2 അറേ തമ്മിൽ നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി
ഇപ്പം ഞാൻ അടുത്ത ARR1 is equal to np.array. അതിനകത്ത് ഞാനിവിടെ 2, 3, 4, 5 എന്ന് പറഞ്ഞ് കൊടുത്തു. അടുത്ത ARR2 is equal to np.array. ഇതിനകത്ത് നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. നമുക്ക് ടപ്പിൾസും കൊടുക്കാം. ഓക്കെ, ഞാൻ 3, 4, 5, 6, 7. ഓക്കെ, ഇപ്പോൾ രണ്ടും 1 ഡയമെൻഷണൽ അറേയാണ്. ഇപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പ്രിന്റ് ARR1 പ്ലസ് ARR2. നോർമലി നമ്മൾ ലിസ്റ്റ് രണ്ടും കൂടെ ഇപ്പോൾ രണ്ട് ലിസ്റ്റ് നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റ അറയിൽ ഈ രണ്ട് ലിസ്റ്റിനകത്തുള്ള എലിമെന്റ്സ് എല്ലാം കൂടെ എടുത്തിട്ട് ഒരു ഒറ്റ ലിസ്റ്റായിട്ട് നമുക്ക് തരും. പക്ഷെ ഇവിടെ കേസ് വേറെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറയ്ക്കകത്തുള്ള ഓരോ എലമെന്റ്സ് എടുത്തിട്ട് അതിനെ സം ചെയ്യും. ഓക്കെ, ഇപ്പൊ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ ഓരോ എലമെന്റ് എടുക്കും. ഇപ്പൊ ഫസ്റ്റ് ഇൻഡെക്സിന്റെ രണ്ടിന്റെ ഫസ്റ്റ് ഇൻഡെക്സ് നോക്കാം. ആദ്യത്തെ 1, രണ്ടാമത്തെ 3, 1 + 3 4 നമുക്ക് കിട്ടി. ഇനി അടുത്ത സെക്കൻഡ് എലമെന്റില് നമ്മൾ 2, 4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. തേർഡ് 3, 5 എടുത്തു കഴിഞ്ഞാൽ 3 + 5 എന്ന് പറഞ്ഞാൽ 8, 4 + 6 10. അങ്ങനെയാണ് നമുക്ക് സം ചെയ്ത് വരിക. അതായത് ഓരോ അറയുടെ എലമെന്റ്സ് എടുത്തിട്ട് അതിന്റെ ഇൻഡെക്സിനെ ബേസ് ചെയ്തുള്ള എലമെന്റ്സ് എടുത്തിട്ട് സം ചെയ്ത് നമുക്കൊരു പുതിയൊരു അറയായിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അതേപോലെ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്താലും എല്ലാം സെയിം തന്നെയാണ്. ARR1 മൈനസ് ARR2. ഇതിനെ ഞാൻ കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഇൻറ്റു ഡിവിഷൻ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഇവിടെ നമുക്ക് ലിസ്റ്റല്ല അറയിൽ നമുക്ക് ഇങ്ങനെ വെക്ടറൈസ്ഡ് ഓപ്പറേഷൻ നമുക്ക് ഇന്ന് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് യൂണിവേഴ്സൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, യൂണിവേഴ്സൽ ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. യൂണിവേഴ്സൽ ഫങ്ഷൻസ്, അതായത് നമ്മൾ മെയിനായിട്ട് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ. ഇപ്പം ഞാനിവിടെ ഇത് മൊത്തത്തിൽ കമൻറ്റ് ചെയ്യാം. നമുക്കിവിടെ NP ഡോട്ട് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സ്ക്വയർ റൂട്ടിന് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ സ്ക്വയർ റൂട്ട് ഫംഗ്ഷനകത്ത് നമുക്ക് ഈ അറേക്കകത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അറേക്കകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അറയിൽ നമുക്കിവിടെ ഓരോ സ്ക്വയർ റൂട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ 1ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 1, 2ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 1.41, 3യുടെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 1.73, 4ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, അപ്പൊ ഈ ഒരു അറേ നമ്മൾ ഈ സ്ക്വയർ റൂട്ടിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഓരോ ഐറ്റംസ് എടുത്ത് അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കും. അതുപോലെ കുറെ ഉണ്ട്. നമുക്ക് സ്ക്വയർ റൂട്ട് മാത്രമല്ല, നമുക്ക് ക്ലോസ് ഉണ്ട്. ഓക്കെ, ക്ലോസിനകത്ത് നമ്മളിവിടെ ARR2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് ഇതിന്റെ ക്ലോസ് നമുക്ക് കിട്ടും. ഓക്കെ, ആ കോസിന്റെ വാല്യൂ ആണ് നമുക്കിവിടെ എല്ലാം പുതിയൊരു അറേ ആയിട്ട് തരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് യൂണിവേഴ്സൽ ഫങ്ഷൻസ് കുറെ ഉണ്ട്. കോസ് ഉണ്ട്, നമുക്ക് സൈൻ ഉണ്ട്, സൈൻ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് ടാൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് പല മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട് ഈ NumPyയുടെ കേസിൽ. ഇനി നമുക്ക് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് അറേയുടെ സ്ലൈസിങ് ആൻഡ് ഇൻഡെക്സിങ് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മളിവിടെ ARR1 നമുക്ക് പുതിയൊരു അറേ ഉണ്ടാക്കാം. np.array. ഞാനിവിടെ 2D അറേ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. 1, 2, 3, 4, 5. ഓക്കെ, അടുത്ത കോമയിൽ 2, 3, 4, 5, 6. 4, 5, 6. ഓക്കെ, 5 എലിമെന്റ്സും ആയിട്ടുണ്ട്. നമുക്കിവിടെ പ്രിന്റ് ARR1 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഡയമെൻഷണൽ അറേയാണ്. അതിനകത്ത് 3 റോസും 5 കോളമാണ് ഇതിനകത്ത് വരുന്നത്. ARR1 ഡോട്ട് ഷേപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഈ അറേയുടെ ഷേപ്പ് എന്താണെന്ന്. അതായത് 3 റോസും 5 കോളംസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു
നമുക്ക് സ്ലൈസിങ് അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് 1 2 ഈ ഫസ്റ്റ് റോയിലെ എനിക്ക് ഫസ്റ്റ് കോളമിലുള്ള വാല്യൂ എനിക്ക് വേണം. ഓക്കെ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളമുള്ള വാല്യൂ. ഓക്കെ, അതെങ്ങനെ നമുക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ARR1. ഓക്കെ, ARR1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻഡെക്സ് 0 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. 0 1 2 കോളം അങ്ങനെയാണ് 0 1 2 3 4. ഓക്കെ, 0 വെച്ചിട്ടാണ് എല്ലാത്തിനും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് റോയിലെ കോളം ഫസ്റ്റ് റോ എനിക്ക് ഫസ്റ്റ് കോളത്തിന്റെ വാല്യൂ എന്താണ്? 1 ആണ് വരേണ്ടത്. ഞാനിവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഇൻഡ് 64 1 ആണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ പ്രിന്റ് കൊടുക്കാം. കേട്ടോ, 1 ആണ് എനിക്കിവിടെ വാല്യൂ വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ എനിക്കിവിടെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളമിന്റെ വാല്യൂ, അതായത് എനിക്ക് 3 ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യും? സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് 1 ആണ് അതിന്റെ ഇൻഡെക്സ്. സെക്കൻഡ് കോളത്തിലെ 3 എന്ന് പറയുന്നത് അവിടെയും 1 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, നമ്മൾ മെട്രിക്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ മാത്സിലൊക്കെ? അത് സെയിം സാധനമാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. അതായത് റോസും കോളംസ് കാണും. അപ്പൊ നമുക്കൊരു പർട്ടിക്കുലർ ഒരു വാല്യൂ വേണമെങ്കിൽ, അതിനകത്തുള്ള വാല്യൂ വേണമെങ്കിൽ നമ്മൾ റോ നോക്കിയിട്ട് കോളം നോക്കിയിട്ടായിരിക്കും നമ്മൾ അതിന്റെ വാല്യൂ എടുക്കുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് എനിക്കിവിടെ സെക്കൻഡ് റോ തൊട്ടുള്ള എല്ലാ റോസും എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. എനിക്ക് ഫസ്റ്റ് റോ വേണ്ട, എനിക്ക് സെക്കൻഡ് റോ തൊട്ടുള്ള എല്ലാ റോസ് എനിക്ക് കാണണം. അതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് റോസ് വരാം, എത്ര വേണമെങ്കിലും വരാം. ഇവിടെ ഇപ്പോൾ ആകെ 3 ഉള്ളൂ, പക്ഷെ നമ്മൾ 4 5 ചിലപ്പോൾ 10 റോസ് വല്ലതും കാണുമായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് റോ തൊട്ടാണ് കാണേണ്ടത്. സെക്കൻഡ് റോ തൊട്ടാണെങ്കിൽ ഞാനിവിടെ 1 കഴിഞ്ഞിട്ട് ഡബിൾ കോളം കഴിഞ്ഞാൽ എംറ്റി ആണ്. 1 ഡബിൾ കോളം കഴിഞ്ഞാൽ അത് എത്ര വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പം ഞാൻ അവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, എനിക്കിവിടെ സെക്കൻഡ് റോ തൊട്ടുള്ള എല്ലാ വാല്യൂസും ഇങ്ങനെ വരും. അപ്പം ഞാനിവിടെ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2 എന്ന് പറയുന്നത് ആക്ച്വലി തേർഡ് റോ ആണ്. എല്ലാ റോയും കോളം സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ തേർഡ് റോ ആണ്. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ലാസ്റ്റത്തെ റോ മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം ഇതിനകത്ത് ആകെ 3 റോസേ ഉള്ളൂ. ഓക്കെ, അപ്പം എത്ര നമ്പർ ഓഫ് റോസ്, എത്ര നമ്പർ ഓഫ് കോളംസ് വേണമെങ്കിൽ വരാം. ഇനി നമുക്കിവിടെ റോസ് മാത്രം ഇവിടെ കാണിക്കുന്നുള്ളൂ, പക്ഷെ നമുക്ക് ഇനി കോളംസും കൂടെ ഒരുമിച്ച് ഇതിനകത്ത് നോക്കണം. ഇപ്പൊ എനിക്ക് വേണ്ടത് എനിക്ക് സെക്കൻഡ് റോയിൽ തൊട്ട എല്ലാം, ഓക്കെ, സെക്കൻഡ് റോയിൽ തൊട്ടെല്ലാം 1 2 3 4 ഫോർത്ത് കോളം തൊട്ട എല്ലാ കോളംസ് എനിക്ക് കാണണം. അതായത് സെക്കൻഡ് റോ തൊട്ടുള്ള താഴെയുള്ള റോസ്, സെക്കൻഡ് റോ കഴിഞ്ഞുള്ള താഴെയുള്ള റോസും ഫോർത്ത് കോളം തൊട്ട് എത്ര കോളംസ് വേണമെങ്കിൽ വരാം അതിൻ്റെ ലാസ്റ്റ് വരെ എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഇപ്പോൾ ഇവിടെ 2:2 ഡബിൾ കോളം, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ റോ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഇനി നമുക്ക് കോളം കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? നമ്മളിവിടെ കോമ കൊടുക്കും. കോമ കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഫോർത്ത് കോളം തൊട്ടാണ്. ഫോർത്ത് കോളം തൊട്ടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3:7 8 ഓക്കെ, ഇവിടെ 1:2 ഇത് 2 എന്ന് പറയുന്നത് ഈ സെക്കൻഡ് റോ, അതായത് തേർഡ് റോയിലെയാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. 1:2 എടുത്തു കഴിഞ്ഞാൽ 4 5 6 4 എന്ന് 5 6 എന്ന് പറഞ്ഞാൽ തേർഡ് കോളം തൊട്ടാണ്. ഞാനിവിടെ മാറ്റിയിട്ട് 3, എനിക്ക് ഫോർത്ത് കോളം തൊട്ടാണ് എനിക്ക് കാണുന്നത്. 5 6 7 8, അതായത് സെക്കൻഡ് റോ തൊട്ടുള്ളതെല്ലാം ഫോർത്ത് കോളം തൊട്ടല്ല ലാസ്റ്റ് വരെ, ഫോർത്ത് കോളം ടു ലാസ്റ്റ് കോളം വരെ എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അങ്ങനെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആദ്യം 1:1 കഴിഞ്ഞിട്ട് ഡബിൾ കോളം കഴിഞ്ഞ് എംറ്റി ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. കോമ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കോളമിൻ്റെ ഇൻഡെക്സിങ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ,
തേർഡ് കോളം തൊട്ട് 3 എന്ന് പറയുന്നത് ഫോർത്ത് കോളം തൊട്ടാണ്, ഫോർത്ത് കോളം തൊട്ടുള്ള ലാസ്റ്റ് കോളം വരെ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെയാണ് നമ്മളിവിടെ സ്ലൈസിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് 1 2 3 4 5 2 3 4 5 6 എനിക്ക് ഈ സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളമിൻ്റെ വാല്യൂ, അതായത് 3 എന്ന് പറയുന്ന വാല്യൂ എനിക്ക് ചേഞ്ച് ചെയ്യണം. അതെങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനിവിടെ ARR1 നമ്മൾ സെക്കൻഡ് റോ എന്ന് പറയുന്നത് 1, ഓക്കെ, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, ഓക്കെ, 1 = ഞാനിവിടെ 100 എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. സംഭവിക്കാമോ? കണ്ടോ, നമ്മുടെ ഈ 3 മാറിയിട്ട് ഇവിടെ 100 എന്ന് പറഞ്ഞ് നമ്മൾ വാല്യൂ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ പ്രോപ്പർ നമ്മൾ റോയും കോളും സ്പെസിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 1:2 ഞാനിപ്പോൾ ഇവിടെ 1:2 കൊടുക്കുമെന്ന് വിചാരിച്ചോ. 1:2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റോ ആണ്. ഓക്കെ, സെക്കൻഡ് റോ തൊട്ട് എല്ലാം ഞാനിവിടെ 100 എന്ന് പറഞ്ഞായിരിക്കും വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം? സെക്കൻഡ് റോ തൊട്ട് എല്ലാം ഇവിടെ എല്ലാം വാല്യൂ 100 ആയി മാറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ അറേയുടെ സ്ലൈസിങ് ഇൻഡെക്സിങ് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇതിനകത്ത് പല എക്സാമ്പിൾസ് ഉണ്ട്. സ്ലൈസിങ് ഇൻഡെക്സിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂസ്ഫുൾ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. സീറോസ്, വൺസ്, റാൻഡം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ എല്ലാം നമ്മൾ ഇവിടെ റാൻഡം ഒക്കെ യൂസ് ചെയ്യും. റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പ് ലേണിംഗിൽ ടെൻസർ ഓപ്പറേഷൻസ് വരും. ലൈബ്രറീസ് ലൈക്ക് ടെൻസർഫ്ലോ ആൻഡ് പൈടോർച്ച് യൂസ് NumPy ലൈക്ക് അറേസ് ഫോർ ഓൾ കമ്പ്യൂട്ടേഷൻസ്, ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് അതിന് വേണ്ടി യൂസ് ചെയ്യും. മെഷീൻ ലേണിംഗിലൊക്കെ ആണെങ്കിൽ ഫീച്ചർ എഞ്ചിനീയറിംഗ്, ലീനിയർ ആൾജിബ്ര ഒക്കെ നമ്മൾ യൂസ് ചെയ്യാവുന്നുണ്ട്. NumPy ഒക്കെ ഡാറ്റ അനാലിസിസ് എന്നാണ് ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്ന ഡാറ്റ സയൻറ്റിസ്റ്റ് ആയിട്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സിലൊക്കെ ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെയും നമ്മൾ അവിടെ യൂസ് ചെയ്യും. കാരണം നമുക്ക് കിട്ടുന്ന ഡേറ്റ അതിൻ്റെ മീൻ വാല്യൂ, മറ്റേ കുറേ ഇതൊക്കെ ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊക്കെ പറഞ്ഞ് മാത്സ് പഠിച്ചുള്ളവർക്ക് അറിയാം. അത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഡേറ്റ അനാലിസിസ് ഒക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇമേജ് പ്രോസസ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമേജ് പ്രോസസ്സിങ്, AI ഇമേജസ് ഒക്കെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ NumPyയുടെ ബേസിലായിരിക്കും. വൈ NumPy ഈസ് എസെൻഷ്യൽ ഫോർ ML ആൻഡ് DL, അതായത് മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിങ്ങിനൊക്കെ എന്തുകൊണ്ടാണ്? സ്പീഡ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NumPyയിലെ കേസിൽ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എഫിഷ്യൻ്റ് ആണ് ഈ NumPy യൂസ് ചെയ്യുന്നത്. പിന്നെ ഫൗണ്ടേഷൻ, കൺവീനിയൻസ് അങ്ങനത്തെയാണ് NumPy വളരെ എസെൻഷ്യൽ എന്ന് പറയുന്നത്. So NumPy is the backbone of scientific computing in Python, enabling efficient numerical operations, data manipulation, and serving as the foundation for machine learning and deep learning workflow. Okay, അപ്പോൾ ഇതാണ് NumPyയുടെ. ഇത്രയും നമ്മുടെ ബേസിക് കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ കൂടുതലും അറേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, നോക്കി പഠിക്കരുത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് NumPy എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും. സോ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അതിടുക. ഇനി അടുത്ത നമുക്ക് വേറെ ലൈബ്രറി നമുക്ക് നോക്കാം. ഓക്കെ, NumPyയുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അതിടുക. ഓക്കെ, ബൈ.